എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 7-ന് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ട്രാഫിക് സൂപ്രണ്ട്, ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നടന്ന ഓൺലൈൻ എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി യോജിപ്പിക്കാനാണ്. ലിസ്റ്റ് 1-ൽ കൃതികളും ലിസ്റ്റ് 2-ൽ രചയിതാക്കളെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ലിസ്റ്റ് 1-ൽ A മൂഷക വംശകാവ്യം, ലിസ്റ്റ് 2-ൽ 1 ഹെൻറിക് വാൻ റീഡ്, ലിസ്റ്റ് 1-ൽ B ഹോർത്തൂസ് മലബാറിക്കസ്, 2 ലൂയിസ് ഡി കാമോസ്, C തുവഹത്തുൽ മുജാഹിദീൻ, 3 അതുല, D ലൂസിയാഡുകൾ, 4 വില്യം ലോഗൻ, E മലബാർ മാനുവൽ, 5 ഷെയ്ഖ് സൈനുദ്ദീൻ. കറക്റ്റ് ആൻസർ വരിക A 3, അതായത് മൂഷക വംശകാവ്യം അതുലൻ, B 1 ഹോർത്തൂസ് മലബാറിക്കസ് ഹെൻറി വാൻ റീഡ്, C 5 തുവഹത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ, D 2 ലൂസിയാഡുകൾ ലൂയിസ് ഡി കാമോസ്, E 4 മലബാർ മാനുവൽ വില്യം ലോഗൻ. എന്നുകൂടെ പറയാം: മൂഷക വംശകാവ്യം അതുലൻ, ഹോർത്തൂസ് മലബാറിക്കസ് ഹെൻറി വാൻ റീഡ്, തുവഹത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ, ലൂസിയാഡുകൾ ലൂയിസ് ഡി കാമോസ്, മലബാർ മാനുവൽ വില്യം ലോഗൻ. രണ്ടാമത്തെ ചോദ്യം: താഴെ 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഒന്ന് വാദവും മറ്റൊന്ന് കാരണവുമാണ്. വാദം A എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് 1951-52 നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം സീറ്റുകൾ നേടി സർക്കാർ രൂപീകരിച്ചു. അതിന്റെ കാരണം പറയുന്നത് 1951-52 ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശം 21 വയസ്സിന് മുകളിലുള്ള ഇന്ത്യയിലെ സാക്ഷരരായ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. അപ്പൊ ഇതിലെ ഏത് പ്രസ്താവനകളാണ് ശരി എന്നാണ് ചോദിച്ചത്. ആൻസർ വരിക വാദം ശരിയാണ്, പക്ഷേ കാരണം തെറ്റാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് 1951-52 നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം സീറ്റുകൾ നേടി സർക്കാർ രൂപീകരിച്ചു. അത് ശരിയാണ്. പക്ഷേ അതിന്റെ കാരണമായി പറഞ്ഞ 1951-52 ഇന്ത്യൻ പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശം 21 വയസ്സിന് മുകളിലുള്ള ഇന്ത്യയിലെ സാക്ഷരരായ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി എന്നുള്ളത് തെറ്റാണ്. മൂന്നാമത്തെ ചോദ്യം ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി യോജിപ്പിക്കാനാണ്. ലിസ്റ്റ് 1-ലെ വിപ്ലവങ്ങളും ലിസ്റ്റ് 2-ൽ ആ വിപ്ലവങ്ങൾ നടന്ന കാലത്തെ ഭരണാധികാരികളെയാണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് 1-ലെ A മഹത്തായ വിപ്ലവം, ലിസ്റ്റ് 2-ൽ 1 ലൂയി 16-ാമൻ, B ഫ്രഞ്ച് വിപ്ലവം, 2 പൂയി, C റഷ്യൻ വിപ്ലവം, 3 ജെയിംസ് 2-ാമൻ, D ചൈനീസ് വിപ്ലവം, 4 നിക്കോളാസ് 2-ാമൻ. യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരെ A 3, അതായത് മഹത്തായ വിപ്ലവം ജെയിംസ് 2-ാമൻ, B 1 ഫ്രഞ്ച് വിപ്ലവം ലൂയി 16-ാമൻ, C 4 റഷ്യൻ വിപ്ലവം നിക്കോളാസ് 2-ാമൻ, D 2 ചൈനീസ് വിപ്ലവം പൂയി. ഒന്നുകൂടെ പറയാം: മഹത്തായ വിപ്ലവം ജെയിംസ് 2-ാമൻ, ഫ്രഞ്ച് വിപ്ലവം ലൂയി 16-ാമൻ, റഷ്യൻ വിപ്ലവം നിക്കോളാസ് 2-ാമൻ, ചൈനീസ് വിപ്ലവം പൂയി. നാലാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ കാലക്രമത്തിൽ ക്രമീകരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. 1 A കേഴ്സൺ പ്രഭുവിന്റെ ബംഗാൾ വിഭജനം, B ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, C ഉപ്പ് സത്യാഗ്രഹം, D ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഇതിനെ കാലഗണനാ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞത്. ആൻസർ വരിക ആദ്യം നടന്നത് B ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, പിന്നീട് കേഴ്സൺ പ്രഭുവിന്റെ ബംഗാൾ വിഭജനം, അതിനുശേഷം ഉപ്പ് സത്യാഗ്രഹം, ഏറ്റവും അവസാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. തന്നിരിക്കുന്നവയിൽ ആദ്യം നടന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, പിന്നീട് കേഴ്സൺ പ്രഭുവിന്റെ ബംഗാൾ വിഭജനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 5 2026-ലെ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ നോവൽ ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരിക തായ്വാൻ ട്രാവലോഗ്. 2026-ലെ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ നോവൽ തായ്വാൻ ട്രാവലോഗ്. ആറാമത്തെ ചോദ്യം: മലബാറിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അവയിൽ ഏതാണ് ശരി? 1 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1920-ൽ ഗാന്ധിജി കോഴിക്കോട് സന്ദർശിച്ചു. 2 1921-ൽ ഒറ്റപ്പാലത്ത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നു. 3 1924-ൽ MP നാരായണ മേനോനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റായി നിയമിച്ചു. 4 1928-ൽ പയ്യന്നൂരിൽ നടന്ന അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പങ്കെടുത്തു. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരിക 1, 2, 4 ആണ് ശരി. അതായത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1920-ൽ ഗാന്ധിജി കോഴിക്കോട് സന്ദർശിച്ചു. 1921-ൽ ഒറ്റപ്പാലത്ത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1928-ൽ പയ്യന്നൂരിൽ നടന്ന അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പങ്കെടുത്തു. അപ്പം ഇതിലെ മൂന്നാമത്തെ പ്രസ്താവന 1924-ൽ MP നാരായണ മേനോനെ അല്ല K മാധവൻ നായരാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത്. ഇനി ഏഴാമത്തെ ചോദ്യം: വാദം A ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരദേശ സമതലങ്ങൾ കിഴക്കൻ തീരദേശ സമതലങ്ങളെ അപേക്ഷിച്ച് ഇടുങ്ങിയതാണ്.
കാരണം ആർ പശ്ചിമഘട്ടം സമാന്തരമായും അറബിക്കടൽ തീരത്തിനടുത്തായും സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇതിൽ ശരിയായതാണ് ചോദിച്ചത്. ആൻസർ വരിക എയും ആറും ശരിയാണ്. ആർ എയുടെ ശരിയായ വിശദീകരണമാണ്. അതായത് വാദം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരദേശ സമതലങ്ങൾ കിഴക്കൻ തീരദേശ സമതലങ്ങളെ അപേക്ഷിച്ച് ഇടുങ്ങിയതാണ് എന്ന വാദവും അതിനുള്ള കാരണമായ പശ്ചിമഘട്ടം സമാന്തരമായും അറബിക്കടൽ തീരത്തിന് അടുത്തായും സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം വാദത്തിന്റെ ആർ എയുടെ ശരിയായ വിശദീകരണമാണ്. എട്ടാമത്തെ ചോദ്യം, ഒരു ജില്ലയിൽ വാർഷിക മഴ 300 സെന്റിമീറ്ററിൽ കൂടുതൽ ലഭിക്കുന്നു, പക്ഷേ വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം നേരിടുന്നു. ഭൂമിശാസ്ത്രപരമായ ഏറ്റവും സാധുവായ വിശദീകരണം ഓപ്ഷൻ എ ഉയർന്ന അക്ഷാംശം ഭൂഗർഭജലം റീചാർജ് കുറയ്ക്കുന്നു, ബി വേഗത്തിലുള്ള നീരൊഴുക്കും മോശം ജല മാനേജ്മെന്റും സംഭരണം കുറയ്ക്കുന്നു, സി അമിതമായ മഞ്ഞുവീഴ്ച നദികളുടെ ചാലുകളെ തടസ്സപ്പെടുത്തുന്നു, ഡി വർഷം മുഴുവൻ ഒരേപോലെ മഴ പെയ്യുന്നത്. ഇതിൽ ശരി യോജിച്ച വിശദീകരണം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരിക വേഗത്തിലുള്ള നീരൊഴുക്കും മോശം ജല മാനേജ്മെന്റും സംഭരണം കുറയ്ക്കുന്നു. വേഗത്തിലുള്ള നീരൊഴുക്കും മോശം ജല മാനേജ്മെന്റും സംഭരണം കുറയ്ക്കുന്നു. 9 റിമോട്ട് സെൻസിംഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1 വസ്തുക്കളുമായി ശാരീരിക സമ്പർക്കം കൂടാതെ വിവരങ്ങൾ ശേഖരിക്കാൻ ഇത് അനുവദിക്കുന്നു. 2 വനനശീകരണവും നഗര വളർച്ചയും നിരീക്ഷിക്കാൻ ഉപഗ്രഹ ചിത്രങ്ങൾ സഹായിക്കുന്നു. 3 കാലാവസ്ഥാ പ്രവചനത്തിന് മാത്രമേ റിമോട്ട് സെൻസിംഗ് ഉപയോഗപ്രദമാകൂ. ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം. ആൻസർ 1ഉം 2ഉം മാത്രം. അതായത് വസ്തുക്കളുമായി ശാരീരിക സമ്പർക്കം കൂടാതെ വിവരങ്ങൾ ശേഖരിക്കാൻ ഇത് അനുവദിക്കുന്നു. വനനശീകരണവും നഗര വളർച്ചയും നിരീക്ഷിക്കാൻ ഉപഗ്രഹ ചിത്രങ്ങൾ സഹായിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രദേശത്താണ് ഇടയ്ക്കിടെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകാൻ സാധ്യത ഏറ്റവും കുറവ്? ആൻസർ ഡക്കാൻ പീഠഭൂമിയുടെ ഉൾഭാഗം. 11 വെള്ളപ്പൊക്ക സാധ്യതയുള്ള നദീതടത്തിൽ ഒരു പുതിയ വാസസ്ഥലത്തിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം തിരിച്ചറിയാൻ ഒരു പ്ലാനർ ആഗ്രഹിക്കുന്നു. ഏത് ഭൂമിശാസ്ത്രപരമായ സമീപനമാണ് ഏറ്റവും അനുയോജ്യം? എ രാഷ്ട്രീയ അതിർത്തികൾ മാത്രം പഠിക്കൽ, ബി GIS അടിസ്ഥാനമാക്കിയുള്ള അപകട മേഖല മാപ്പിംഗ് ഉപയോഗിക്കൽ, സി വാർഷിക താപനില മാത്രം അളക്കൽ, ഡി ഭാഷാ വിതരണം വിശകലനം ചെയ്യൽ. വെള്ളപ്പൊക്ക സാധ്യതയുള്ള നദീതടത്തിൽ ഒരു പുതിയ വാസസ്ഥലത്തിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം തിരിച്ചറിയാൻ ഏത് ഭൂമിശാസ്ത്രപരമായ സമീപനമാണ് അനുയോജ്യം? ആൻസർ GIS അടിസ്ഥാനമാക്കിയുള്ള അപകട മേഖല മാപ്പിംഗ് ഉപയോഗിക്കൽ. 12 കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ആവർത്തിച്ചതിനെ തുടർന്ന് പശ്ചിമഘട്ടത്തിലെ ആവാസ വ്യവസ്ഥയുടെ വിഘടനം ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള മൃഗങ്ങളുടെ സഞ്ചാരം തീവ്രമാക്കിയിട്ടുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകർ വാദിച്ചു. ഏത് ഭൂമിശാസ്ത്രപരമായ ഘടകമാണ് ഈ പ്രശ്നത്തിന് ഏറ്റവും നേരിട്ട് കാരണമാകുന്നത്? എ വന്യജീവി ഇടനാഴികളുടെ വികാസം, ബി ഭൂവിനിയോഗ മാറ്റം മൂലം വനബന്ധം കുറയുന്നു, സി സമുദ്ര ജൈവ വൈവിധ്യത്തിലെ വർധനവ്, ഡി ലാറ്ററൈറ്റ് മണ്ണിന്റെ രൂപീകരണം. ആൻസർ വരിക ഭൂവിനിയോഗ മാറ്റം മൂലം വനബന്ധം കുറയുന്നു എന്നുള്ളതാണ്. 13 മഹലനോബിസ് നിക്ഷേപ തന്ത്രം പിന്തുടർന്ന ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ 2ാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക പിന്തുടർന്നത് ഇന്ത്യയിലെ 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. 14 ലോക ബാങ്ക് IMF ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഘടനാപരമായ ക്രമീകരണ പരിപാടികളിൽ ഇവ ഉൾപ്പെടുന്നു. ഓപ്ഷൻ എ സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, ബി വികേന്ദ്രീകരണം, ഉദാരവൽക്കരണം, ദേശസാൽക്കരണം, സി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, കാർബൺ വ്യാപാരം, ഗ്രീൻ ഓഡിറ്റ്, ഡി ആഗോളവൽക്കരണം, പൂർണ്ണ പരിവർത്തനക്ഷമത, വ്യാവസായിക ലൈസൻസിംഗ്. ലോകബാങ്കും IMFും ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഘടനാപരമായ ക്രമീകരണ പരിപാടികളിൽ ഉൾപ്പെടുന്നത്. ആൻസർ എ സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം. 15 ജൻസുരക്ഷാ പദ്ധതികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ആൻസർ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും. 16 ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി സ്വീകരിച്ച പ്രധാന സംരംഭങ്ങൾ ഇവയാണ്. ആൻസർ വരിക IAAP, IADP ആൻഡ് HYVP. IAAP എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം, IADP എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, HYVP എന്ന് പറഞ്ഞാൽ ഹൈ ഈൽഡ് വെറൈറ്റി പ്രോഗ്രാം. 17 താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ സവിശേഷത? 1 മത്സരാധിഷ്ഠിത ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക, 2 സംസ്ഥാനങ്ങൾക്കിടയിൽ പദ്ധതി ചെലവ് അനുവദിക്കുക, 3 നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുക, 4 പൊതുമേഖലാ സംരംഭങ്ങളിൽ നേരിട്ടുള്ള നിയന്ത്രണം നടപ്പിലാക്കുക. നീതി ആയോഗിന്റെ സവിശേഷതയാണ് ചോദിച്ചത്. ആൻസർ വരെ 1ഉം 3ഉം ആണ്. അതായത് മത്സരാധിഷ്ഠിത ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുക. 18 2025 ഓഗസ്റ്റ് 15 നടന്ന ഏത് GST കൗൺസിൽ യോഗത്തിലാണ് ഇന്ത്യയിൽ അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചത്? ആൻസർ വരിക 56ാമത് GST കൗൺസിൽ യോഗം. 2025 ഓഗസ്റ്റ് 15 നടന്ന 56ാമത് GST കൗൺസിൽ യോഗത്തിലാണ് ഇന്ത്യയിലെ അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചത്. 19 മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ആൻസർ സുപ്രീം കോടതികൾക്കും ഹൈക്കോടതികൾക്കും.
20 കൂറുമാറ്റ നിരോധന നിയമം ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് ഭരണഘടനാ ഭേദഗതിയാണെന്നാണ് ആൻസർ. 52 ഭരണഘടനാ ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമം 52 ഭരണഘടനാ ഭേദഗതി. 21 ആർട്ടിക്കിൾ 280 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 ഏതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ധനകാര്യ കമ്മീഷൻ. 22 താഴെ പറയുന്നവയുടെ മുൻകൂർ ശുപാർശയില്ലാതെ ഒരു പണബില്ലും നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. ആരുടെ മുൻകൂർ ശുപാർശയില്ലാതെയാണെന്നാണ് ആൻസർ വരെ? ഗവർണറുടെ മുൻകൂർ ശുപാർശയില്ലാതെ ഒരു പണബില്ലും നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. 23 യൂണിയന്റെ ഭരണഘടനാ തലവൻ ആരാണെന്നാണ് ആൻസർ? പ്രസിഡന്റ്. 24 ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ തന്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്? ആൻസർ വരെ? പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി. ഇന്ത്യൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി. 25 ഇന്ത്യൻ പാർലമെന്റിൽ ഉൾപ്പെടുന്നത്? ആൻസർ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. 26 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്? ആൻസർ പ്രസിഡന്റ്. 27 താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടതെന്നാണ്? 1 സ്റ്റാറ്റ്യൂട്ടറി നോൺ ഓട്ടോമസ് ബോഡി, 2 മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, 3 10 അംഗങ്ങൾ അടങ്ങുന്നതാണ്, 4 ചീഫ് സെക്രട്ടറിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചത്. ആൻസർ വരെ മുകളിൽ പറഞ്ഞവയെല്ലാം ഉൾപ്പെടും. അതായത് സ്റ്റാറ്റ്യൂട്ടറി നോൺ ഓട്ടോമസ് ബോഡിയാണ്, മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, 10 അംഗങ്ങൾ അടങ്ങുന്നതാണ്, ചീഫ് സെക്രട്ടറിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്തിടെ മറ്റൊരു എക്സാമിനും ചോദ്യം വന്നിരുന്നു. 28 താഴെ പറയുന്നവയിൽ ഏതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടത്? 1 നഗരവാസികളുടെ ഉപജീവന സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കേന്ദ്രീകൃത പദ്ധതി. 2 കേരള സർക്കാരിന്റെ നഗരകാര്യ ഡയറക്ടറേറ്റ് നടപ്പിലാക്കിയത്. 3 ഒരു സാമ്പത്തിക വർഷത്തിൽ 150 ദിവസത്തെ വേതന തൊഴിൽ. 4 പ്രധാനമായും അവിദഗ്ധ കൈത്തൊഴിലുമായി ബന്ധപ്പെട്ട ജോലികൾ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരെ 2ഉം 4ഉം മാത്രം. കേരള സർക്കാരിന്റെ നഗരകാര്യ ഡയറക്ടറേറ്റ് നടപ്പിലാക്കിയത് പ്രധാനമായും അവിദഗ്ധ കൈത്തൊഴിലുമായി ബന്ധപ്പെട്ട ജോലികളാണ്. 29 കേരള സംസ്ഥാന IT മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് ശരി? 1 2000 സ്ഥാപിതമായത്. 2 കേരള സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ ഏജൻസി. 3 ഡിജിറ്റൽ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു. 4 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിനായി. കേരള സംസ്ഥാന IT മിഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ 2ഉം 3ഉം മാത്രം. അതായത് കേരള സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ ഏജൻസി ഡിജിറ്റൽ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനം ലക്ഷ്യമിടുന്നു. 30 താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് കേരളത്തിലെ വിധവകളുടെ വികസനത്തിനായുള്ള സർക്കാർ പദ്ധതി? 1 അഭയകിരണം, 2 എന്റെ കൂട്, 3 പടവുകൾ, 4 വൺ ഡേ ഹോം. വിധവകളുടെ വികസനത്തിനായുള്ള കേരള സർക്കാർ പദ്ധതികൾ. ആൻസർ വരാം 1ഉം 3ഉം മാത്രം. അഭയകിരണം, പടവുകൾ. 31 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ സ്ഥിരം ക്ഷണിതാക്കൾ ആരൊക്കെയാണ്? 1 ധനകാര്യമന്ത്രി, 2 കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി, 3 കേരള സർക്കാരിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, 4 ഡയറക്ടർ ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ സ്ഥിരം ക്ഷണിതാക്കൾ ആരൊക്കെയാണ്? ആൻസർ വരെ 2ഉം 3ഉം മാത്രം. അതായത് കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി, കേരള സർക്കാരിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. 32 കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും നിയമനം സംബന്ധിച്ച് ഗവർണറെ ശുപാർശ ചെയ്യുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? 1 മുഖ്യമന്ത്രി, 2 നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, 3 മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും നിയമനം സംബന്ധിച്ച് ഗവർണറെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ. ആൻസർ വരെ മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. 33 മനുഷ്യ ശരീരത്തിൽ വൃഷണങ്ങൾ അതായത് ടെസ്റ്റിസ് ഒഴികെ ഗണ്യമായ അളവിൽ ആൻഡ്രോജൻ സ്രവിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ആൻസർ വരെ അഡ്രിനൽ കോർട്ടെക്സ്. ടെസ്റ്റിസ് അല്ലാതെ മനുഷ്യ ശരീരത്തിൽ ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ സ്രവിക്കുന്ന ഗ്രന്ഥിയാണ് ചോദിച്ചത്. ആൻസർ അഡ്രിനൽ കോർട്ടെക്സ്. 34 പെർനീഷ്യസ് അനീമിയ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചത്. 1 പെർനീഷ്യസ് അനീമിയ പ്രധാനമായും പെരിഫറൽ രക്തക്കുഴലുകളിലൂടെ രക്തനഷ്ടം സംഭവിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. 2 പെർനീഷ്യസ് അനീമിയ പ്രധാനമായും ജാരത്തിന്റെ അതായത് ഗ്യാസ്ട്രിക് ആവരണത്തിലുള്ള പാരിയറ്റൽ കോശങ്ങൾക്കെതിരായ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആക്രമണം മൂലമാണ് ഉണ്ടാകുന്നത്. 3 പെർനീഷ്യസ് അനീമിയയുടെ ചികിത്സയിൽ വിറ്റാമിൻ B12 നൽകുന്നത് ഉൾപ്പെടുന്നു. പെർനീഷ്യസ് അനീമിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരാം
പ്രസ്താവനകൾ 2ഉം 3ഉം ശരിയാണ്. അതായത് പെർനീഷ്യസ് അനീമിയ പ്രധാനമായും ജാരത്തിന്റെ അതായത് ഗ്യാസ്ട്രിക് ആവരണത്തിലുള്ള പാരിയറ്റൽ കോശങ്ങൾക്കെതിരായ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആക്രമണം മൂലമാണ് ഉണ്ടാകുന്നത്. പെർനീഷ്യസ് അനീമിയയുടെ ചികിത്സയിൽ വിറ്റാമിൻ B12 നൽകുന്നത് ഉൾപ്പെടുന്നു. 35 താഴെ നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. എ. ഗ്ലോബസിറ്റി എന്ന പദം ലോകാരോഗ്യ സംഘടന 2001 ആദ്യമായി ഉപയോഗിച്ചത് ലോകമെമ്പാടുമുള്ള മനുഷ്യരിൽ ആരോഗ്യമല്ലാത്ത അമിതവണ്ണം വർദ്ധിക്കുന്ന പ്രവണതയെ സൂചിപ്പിക്കാനാണ്. ബി. ഗ്ലോബസിറ്റി എന്ന പദം FDA 2022 ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കയിലെ അമിതവണ്ണവും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകട സാധ്യതകളും സൂചിപ്പിക്കാനാണ്. സി. അമിതവണ്ണം ശരീരത്തിലെ പെരിഫറൽ കോശങ്ങളിൽ അമിതമായി കൊഴുപ്പ് സംഭരിക്കപ്പെടുന്നതിന്റെ ഫലമാണ്. ഇത് വയറിന് ഗോളാകൃതിയിലുള്ള രൂപം നൽകുന്നതിനാൽ FDA ഇതിനു പകരമായി ഗ്ലോബസിറ്റി എന്ന് വിളിക്കുന്നു. ഡി. അമിതവണ്ണം അതിറോസ്ക്ലിറോസിസിന് ഒരു പ്രധാന കാരണമാണ്. അതിനെ FDA 2022 ഗ്ലോബസിറ്റി എന്ന് വിശേഷിപ്പിച്ചു. അതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. അതായത് ഗ്ലോബസിറ്റി എന്ന പദം ലോകാരോഗ്യ സംഘടന 2001 ആദ്യമായി ഉപയോഗിച്ചത് ലോകമെമ്പാടുമുള്ള മനുഷ്യരിൽ ആരോഗ്യകരമല്ലാത്ത അമിതവണ്ണം വർദ്ധിക്കുന്ന പ്രവണതയെ സൂചിപ്പിക്കാനാണ്. 36 BRCA1 ജീൻ ഒരു പ്രത്യേക രോഗവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധവും വ്യാപകവുമായി പഠിക്കപ്പെട്ടതുമാണ്. ഈ ജീനിന്റെ ഉൽപ്പന്നത്തിന്റെ പ്രവർത്തനം എന്താണ്? ഈ ജീനിന്റെ മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട രോഗം ഏതാണ്? ആൻസർ വരിക DNA റിപ്പയറിംഗ് സ്തനാർബുദം. BRCA1 എന്ന് പറയുന്ന ജീൻ, ഈ ജീനിന്റെ ഉൽപ്പന്നത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് DNA റിപ്പയറിംഗ് ആണ്. ഈ ജീനിന്റെ മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട രോഗമാണ് സ്തനാർബുദം. 37 എബോള രോഗത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക എബോള മനുഷ്യരിൽ രക്തസ്രാവവും അവയവങ്ങളുടെ പ്രവർത്തന തകരാറും ഉണ്ടാക്കുന്ന ഒരു വൈറസിന്റെ പേരാണ്. ഈ രോഗം 1976 സൈർ, അതായത് ഇപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഭാഗം എന്ന സ്ഥലത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 38 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിൽക്കുമ്പോൾ അതിലെ യാത്രക്കാർ മുന്നോട്ട് ചായാൻ പ്രവണത കാണിക്കുന്നത് പ്രധാനമായും ഏത് ഭൗതിക സിദ്ധാന്തം കൊണ്ടാണ് വിശദീകരിക്കപ്പെടുന്നത്? ആൻസർ വരിക ന്യൂട്ടന്റെ 1ാം ചലന നിയമം. അപ്പോൾ ഇത് ന്യൂട്ടന്റെ 1ാം ചലന നിയമപ്രകാരം ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. 39 ഇന്ധനം കത്തിച്ചു തുടങ്ങിയതിന് ശേഷം ഒരു റോക്കറ്റ് മുകളിലേക്ക് ഉയരുന്നത് പ്രധാനമായും ഏത് കാരണത്താലാണ്? ആൻസർ വരിക പുറത്തേക്ക് തള്ളിവിടുന്ന വാതകങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിപ്രവർത്തന ബലം. 40 മതിയായ ഉയർന്ന ആവൃത്തിയുള്ള ഏകവർണ്ണ പ്രകാശം ഒരു ലോഹത്തിന്റെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ പുറത്തുവരുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ പരമാവധി ഗതികോർജം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മതിയായ ഉയർന്ന ആവൃത്തിയുള്ള ഏകവർണ്ണ പ്രകാശം ഒരു ലോഹത്തിന്റെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ പുറത്തുവരുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ പരമാവധി ഗതികോർജം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആൻസർ പതിക്കുന്ന പ്രകാശത്തിന്റെ ആവൃത്തിയെ മാത്രം. ഈ ചോദ്യം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ലോഹോപരിതലത്തിൽ നിന്ന് പുറത്തുവരുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജം പതിക്കുന്ന പ്രകാശത്തിന്റെ ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകാശത്തിന്റെ ആവൃത്തി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രോണുകളുടെ പരമാവധി ഗതികോർജം കൂടും. പ്രകാശത്തിന്റെ തീവ്രതയെ ഗതികോർജം ആശ്രയിക്കുന്നില്ല. ഇനി 41 ചന്ദ്രന്റെ ദക്ഷിണധ്രുവ മേഖലയ്ക്ക് സമീപം വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാഷ്ട്രമായി ഇന്ത്യ മാറിയത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നടത്തിയ ഏത് ദൗത്യത്തിലൂടെയാണ്? ആൻസർ ചന്ദ്രയാൻ 3. 42 താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അക്വ റീജിയയിൽ വെള്ളി എളുപ്പത്തിൽ ലയിക്കുന്നു, കാരണം ലോഹത്തിന്റെ ഉപരിതലത്തിൽ സിൽവർ ക്ലോറൈഡ് രൂപപ്പെടുന്നില്ല. 2 റോംബിക് സൾഫർ 95.6 ഡിഗ്രി സെൽഷ്യസിൽ താഴെ സ്ഥിരതയുള്ളതാണ്. മോണോക്ലിനിക് സൾഫർ ഈ താപനിലയ്ക്ക് മുകളിൽ അതിന്റെ ദ്രവണാങ്കം വരെ സ്ഥിരതയുള്ളതാണ്. 3 വാതക തന്മാത്രകളുടെ ശരാശരി സ്വതന്ത്ര പാത മർദ്ദം കുറയുമ്പോൾ കുറയുന്നു. 4 കാർബണേറ്റ് അയോണിൽ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ 2ഉം 4ഉം. അതായത് റോംബിക് സൾഫർ 95.6 ഡിഗ്രി സെൽഷ്യസിൽ താഴെ സ്ഥിരതയുള്ളതാണ്. മോണോക്ലിനിക് സൾഫർ ഈ താപനിലയ്ക്ക് മുകളിൽ അതിന്റെ ദ്രവണാങ്കം വരെ സ്ഥിരതയുള്ളതാണ്. കാർബണേറ്റ് അയോണിൽ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. 43 അസറ്റിക് ആസിഡിന്റെ വിഘടന സ്ഥിരാങ്കം 0.0025 ആണെങ്കിൽ 0.01 മൊളാരിറ്റി അസറ്റിക് ആസിഡിന്റെ pH എത്രയായിരിക്കും? ആൻസർ വരെ 2.80 ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഹയർ ലെവൽ എക്സാംസിന് മാത്രമേ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരൂ. നോർമൽ ആയിട്ടുള്ള എക്സാംസിന് വരാൻ സാധ്യതയില്ല. ഈ ഒരു എക്സാമിന്റെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഫാക്റ്റാണ് pH എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇതുമായി ബന്ധപ്പെട്ട പാഠഭാഗം +1 കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പാഠമാണ്. അതിന്റെ ഭാഗം എവിടെ കൊടുക്കാം. 44 കോളം ക്രമീകരിക്കാനാണ്. ഒന്നാമത്തെ എക്സ് കോളത്തിൽ ഒന്നാമത്തേത് ആൽക്കലി ലോഹങ്ങൾ, Y കോളത്തിൽ K എന്ന് പറയുന്നത് ഒരു പീരിയഡിൽ കുറയുന്നു.
2 മോസ്ലി. L വ്യത്യസ്ത ഓക്സിഡേഷൻ അവസ്ഥകൾ. 3 അയണൈസേഷൻ എൻതാൽപ്പി. M ശക്തമായ ഓക്സീകരണകാരി. 4 ട്രാൻസിഷൻ ലോഹങ്ങൾ. N അറ്റോമിക് മാസ് അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് നിയമം. 5 ക്ലോറിൻ. O നല്ല അപചയകാരികൾ. P ഭാഗികമായി നിറഞ്ഞ വാലൻസ് ഷെൽ. Q ഒരു പീരിയഡിൽ വർദ്ധിക്കുന്നു. R അറ്റോമിക് നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് നിയമം. അപ്പോൾ ഇത് ക്രമീകരിക്കാനാണ് പറഞ്ഞത്. ആൻസർ വരിക 1 ആൽക്കലി ലോഹം. ആൽക്കലി ലോഹം എന്ന് പറയുന്നത് നല്ല അപചയകാരികൾ. 2 മോസ്ലി. മോസ്ലിയായി ബന്ധപ്പെട്ടത് അറ്റോമിക് നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക്. 3 അയണൈസേഷൻ എൻതാൽപ്പി ഒരു പീരിയഡിൽ വർദ്ധിക്കുന്നു. 4 ട്രാൻസിഷൻ ലോഹങ്ങൾ വ്യത്യസ്ത ഓക്സിഡേഷൻ അവസ്ഥകൾ കാണിക്കുന്നു. 5 ക്ലോറിൻ ശക്തമായ ഓക്സീകരണകാരി. 45 ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്ഗമനം കുറയ്ക്കുന്നതിനും സുസ്ഥിര പരിസ്ഥിതി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന അന്താരാഷ്ട്ര കാലാവസ്ഥാ ചട്ടക്കൂട് ഏതാണ്? ആൻസർ വരെ പാരീസ് കരാർ. ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്ഗമനം കുറയ്ക്കുന്നതിനും സുസ്ഥിരത പരിസ്ഥിതി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അന്താരാഷ്ട്ര കാലാവസ്ഥാ ചട്ടക്കൂടാണ് പാരീസ് കരാർ. 46 ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഫുട്ബോൾ. ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 47 കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിൽ വള്ളത്തോൾ നാരായണ മേനോനോടൊപ്പം പ്രവർത്തിച്ച വ്യക്തിയെ തിരിച്ചറിയുക. ആൻസർ മുകുന്ദരാജ. 48 മാതംഗലീല എന്ന നോവൽ രചിച്ചത്? ആൻസർ സന്തോഷ് എച്ചിക്കാനം. മാതംഗലീല എന്ന നോവൽ രചിച്ചത് സന്തോഷ് എച്ചിക്കാനം. 49 താഴെ പറയുന്നവരിൽ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര്? എ വയലാർ രാമവർമ്മ, ബി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, സി NV കൃഷ്ണവാര്യർ, ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. താഴെ പറയുന്നവയിൽ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? ആൻസർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 50 മലയാള ചലച്ചിത്രമായ ബാലൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനാര്? ആൻസർ S നൊട്ടാണി. മലയാള ചലച്ചിത്രമായ ബാലൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ? ആൻസർ S നൊട്ടാണി. സീരീസിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ പാഠത്തിന്റെ തുടർച്ച. നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ. കോലത്തുനാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രമാക്കി ഭരണം. ഭരണാധികാരി കോലത്തിരി എന്ന് അറിയപ്പെടുന്നു. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട് കേന്ദ്രമാക്കി ഭരണം. ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടിരുന്നു. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. തൃപ്പാപ്പൂർ സ്വരൂപം കേരളത്തിന്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്വരൂപം പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു. അപ്പോൾ കോലത്തുനാട് കണ്ണൂരായിരുന്നു ആസ്ഥാനം, ഭരണാധികാരി കോലത്തിരി. നെടിയിരുപ്പ് കോഴിക്കോട് ആസ്ഥാനം, ഭരണാധികാരി സാമൂതിരി. സാമൂതിരിക്ക് മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടുകൂടി സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശമായിരുന്നു, പിന്നീട് അത് കൊച്ചി രാജവംശം എന്നറിയപ്പെട്ടു. തൃപ്പാപ്പൂർ സ്വരൂപം കേരളത്തിന്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്വരൂപം പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു. ഇനി മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. അപ്പം മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കലാണ് നടന്നിരുന്നത്. വള്ളുവ കോനാതിരിയിൽ നിന്നാണ്, വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നാണ് മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം സാമൂതിരിക്ക് ലഭിച്ചത്. വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും ചില പരിഷ്കാരങ്ങളാണ് ഇനി പറയുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി തൃപ്പടി ദാനം നടത്തി. ശക്തൻ തമ്പുരാൻ നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. അപ്പം മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി തൃപ്പടിദാനം നടത്തി. ശക്തൻ തമ്പുരാൻ നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു.
തൃപ്പടിദാനം 1750 ജനുവരി 3-ാം തീയതിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. തിരുവിതാംകൂറിന്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തന്റെ അധികാരത്തിന്റെ അടയാളമായ ഉടവാൾ അടിയറ വെച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത്. അതിരുകവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിനു വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇത്. തൃപ്പടിദാനം 1753 ജനുവരി 3-ാം തീയതി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയത്. പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിന്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപീകൃതമായത്. അപ്പം ഇത്രയുമാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്ന ഈ പാഠഭാഗത്തിലുള്ള കാര്യങ്ങൾ.